വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നൊരു ചെറിയൊരു കറക്ക വ്ളോഗാണ്. സോ നമ്മളിന്ന് ജസ്റ്റ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ വീട്ടിൽ നിന്ന്. ഇപ്പോൾ നെസ്റ്റോക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ നെസ്റ്റോയിലാണ് നമ്മൾ. അപ്പോൾ നമ്മളെ ഈ കാറുമ്മ ഇരിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഓളൊന്ന് അതിൽ ഇരുത്തി വെക്കാം. ഇവിടെ ഇരുന്ന് നല്ല പഴംപൊരിയും ചായയും ഒറ്റക്ക് കഴിക്കാണ് ഗൈസ്, നമ്മളെ കൂട്ടാതെ. നമ്മളാ അല്ലേ ഇപ്പം നമ്മളെ കൂട്ടാതെ വന്ന് ചായയും പഴംപൊരി തിന്നു അല്ലേ. അപ്പോൾ അല്ല നമുക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. നെസ്റ്റോ കയറി അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കയറിയതാണ്. നമ്മളാ എന്താ പണി? നമ്മൾ നെസ്റ്റോയിൽ ചെറിയൊരു സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു ടോയ്സിൻ്റെ സെക്ഷനിലേക്ക് ഓടി വന്നതാണ്. നമ്മുടെ ടോയ്സിൻ്റെ സെക്ഷനിലേക്ക് ഓടി വന്നതാണ്. വാങ്ങിയില്ലെങ്കിലും ഇവിടെ വന്നൊന്നൊക്കെ ജസ്റ്റൊക്കെ നോക്കി പോകുന്ന ഒരു സംതൃപ്തിയാണ് അല്ലേ നമ്ര? ഒന്നും വാങ്ങിയില്ലെങ്കിലും ഈ കുട്ടികളെ സാധനത്തിൻ്റെ അടിയിൽ കൂടിയൊക്കെ നടക്കാൻ നല്ല രസമാണ്. ഇങ്ങനെ ജസ്റ്റ് കണ്ടൊക്കെ ഇങ്ങനെ ഓളിതാ വന്നാൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കയറിയിരിക്കും ഓള്. ടൈമിന്ന് ഇറങ്ങിക്ക. അതൊക്കെ ആകെ ചീത്ത അറിയണവരെ ഉണ്ടോ? അതാ ഞാൻ പറഞ്ഞില്ലേ. അതെവിടെ കിട്ടി? എവിടെ കൊണ്ടുവച്ചാ? എവിടെ കിട്ടി? ബാ നീ കൂടി വാ. നമുക്ക് പലരോട് പല സാധനം കിട്ടിയില്ല കേട്ടാ. നമ്മളൊക്കെ ഒരു മാഗ്നറ്റിൻ്റെ ടോയ്സ് വേണമെന്നുണ്ട്. കാരണം ജസ്റ്റ് ഈ ഭാഗത്തേക്ക് വന്നു, പക്ഷെ ഇവിടെ ഇല്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഇനി ബാക്കിയുള്ള ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. വാ ഇനി ഓൾ ഈ സെക്ഷനിക്ക് വന്ന് ഓക്കൊരു പരതലാണ്. വാ അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോവാം. വാ ആണ് ഞാൻ വേറെ ഷോപ്പിൽ പോയി നോക്കാം. വാ അതിപ്പോൾ വാങ്ങി തരുമോ? നോക്കട്ടെ. എന്താണ് നോക്കട്ടെ, നമുക്ക് കാണിച്ചുണ്ടോ? ഇത് വേണമെന്നൊക്കെ പറഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ബോയ്സിൻ്റെ അല്ലേ നമ്പറ? അത് സ്മോൾ കുട്ടികളുടെതാണ്. വാ ഇറങ്ങ. സ്മോൾ ബേബീസിൻ്റെ ആണ്. നമ്മൾ അതിൽ വീണത് പൊട്ടു. ഇറങ്ങ്. ഇങ്ങോട്ട് വാ. നമ്മളിപ്പോൾ ഇവിടെ പോയി നോക്കാം. വാ അത് ബേബീൻ്റെ. നമ്മൾക്ക് നേരത്തെ ക്ലിപ്പ് വാങ്ങി തന്നില്ലേ? ക്ലിപ്പ് അതിപ്പോ വാങ്ങി തരേ? വാ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വാ. നെസ്റ്റോയിലൊക്കെ കയറി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി. ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തിരുന്നു. നമ്മൾ തിരിച്ച് പോവാണ്, വീട്ടിലോട്ട് പോവാണ്. കുറച്ച് സാധനം വാങ്ങാണ്ട്. ഇന്നലെ ഗ്രോസറി ഷോപ്പിംഗ് ആണ്. ഗ്രോസറി ഒന്നും വാങ്ങിയിട്ടില്ല. ഇന്ന് വാങ്ങാൻ നിൽക്കുന്നു. പിന്നെന്താ വെച്ചാൽ നെസ്റ്റോ പ്ലാന് പെട്ടെന്നുണ്ടായ പ്ലാനാണ്. അപ്പോൾ 2-3 നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ കയറിയത്. താഴെ ഗ്രോസറി ആ സെക്ഷൻ, സൂപ്പർ മാർക്കറ്റ് സെക്ഷനിൽ കയറിയിട്ടില്ല. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ കയറിയിട്ട് 1-2 സാധനങ്ങൾ വാങ്ങിച്ചു. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ് ഗൈസ്. നോക്കാം എന്താണ് ഓക്കെ. സോ വി വിൽ അപ്ഡേറ്റ് യു ഗൈസ് സൂൺ. ഓക്കെ. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് വീട്ടിലോട്ടാവും മിക്കവാറും അല്ലേ. നമ്മുടെ ചെരുപ്പ് കൂടുന്നുണ്ടല്ലോ. വേറെ എന്തൊക്കെ വിശേഷം? അങ്ങോട്ട് പോകാനായില്ലല്ലേ? നാട്ടിൽ പോകാനുള്ള ഷോപ്പിംഗ് ആണ്. എന്താന്നോ വൻ ഷോപ്പിംഗ് ആണ്. അങ്ങനെയൊന്നുമില്ല, നാട്ടിൽ പോകാനുള്ള ഷോപ്പിംഗ് തുടങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഞാനൊരു സാധനം നോക്കാൻ വേണ്ടി കയറിയപ്പോൾ ഓരോണ്ടാളും കയറിയിട്ട് ഓരോന്തൊക്കെയാണ് വാങ്ങിച്ച് ഞാൻ എൻ്റെ സാധനം മാത്രം വാങ്ങിയില്ല. അതപ്പം ഉണ്ടായത്. നല്ല ട്രാഫിക് ഉണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്ത് എന്നും ബ്ലോക്കാണ്. അതിനിപ്പോൾ വീക്കെൻഡ് ആയിക്കോട്ടെ വീക്ക് ഡേ ആയിക്കോട്ടെ പേരും ബ്ലോക്കാണ്. പിന്നെന്തൊക്കെ നമ്മളിപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ വെറുതെ കുറച്ച് ആക്ച്വലി എന്തൊക്കെയോ വാങ്ങാനുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ച് ഇറങ്ങിയല്ല.
എനിക്ക് നെക്സ്റ്റ് ഒന്നൊരു സാധനം നോക്കാണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരണ്ടാളെയും വണ്ടിയിലെത്തി ഇറങ്ങി. അപ്പോൾ ഓളിൻ്റെ കൂടെ പോന്നു. പിന്നെ സാധനം കിട്ടിയില്ല. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലാണ് കയറിയത്. അപ്പോൾ ഓൾക്ക് എന്തൊക്കെയാണ് അപ്പോഴത്തേക്ക് ഓളെന്തൊക്കെ എയർ ബാൻഡാ ക്ലിപ്പൊക്കെ നോക്കി വെച്ചു. അപ്പോൾ അത് വാങ്ങിച്ചു. രണ്ടാമത്തെ റൗണ്ടിൽ പോയപ്പോൾ ഒരു വാച്ചും വാങ്ങിച്ച്. ഓക്കാണ് ഗോൾ അടിച്ചത്. മേ ബി സഫാരി മാളിലോട്ട് പോകും. ലുലുവിൽ നമ്മൾ ഇന്നലെ ജസ്റ്റ് കയറി നോക്കിന്. ഇന്ന് സഫാരി മാളിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മളിതാ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിക്കാണ്ട് ഇതാ പാർക്കിങ്ങിലിരിക്കുകയാണ്. മാളിൻ്റെ പാർക്കിങ്ങിലിരിക്കുകയാണ്. സംഭവം എന്താന്ന് വെച്ചാൽ നമറ ഉറങ്ങിപ്പോയി. വേണ്ട, നമറ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഓളോ എണീറ്റിട്ട് പോവാച്ചിട്ട് നിൽക്കാം. എന്താ പറഞ്ഞ കേട്ടില്ല. എന്താ പറഞ്ഞ പറയും. എന്താണ് സൂപ്പർ മാർക്കറ്റ് വന്നാൽ ഓക്കാണ് ലാഭം. ഇല്ല, അതിന് മാത്രം സാധനമൊന്നുമില്ല. അപ്പോൾ ഗായ്സ്, നമ്മൾ സഫാരി മാൾക്ക് ഗ്രോസറി പർച്ചേസിങ്ങിന് വന്നതാണ്. ഹായ്, തൈര് സ്ട്രോബെറി പോലെ വീട്ടിലുണ്ടല്ലോ. റൈസ് പൗഡർ. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് ഗൈസ്, ചെറിയൊരു ഷോപ്പ്. ഇവിടെ തൈര് സെലക്ട് ചെയ്യാൻ വേണ്ടി കൺഫ്യൂസ്ഡായി നിൽക്കുന്ന ആളെ കാണുന്നുണ്ട്. വേറൊരാൾ അവിടെ കാർട്ടിലിരുന്ന് തിന്നുന്നുണ്ട്. എന്താ തിന്നുന്നേ? ചിപ്സോ? മക്കില്ല. താങ്ക് യു. യെസ്, താങ്ക് യു. ചെറിയ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. കുറേ സാധനമൊന്നുമില്ല, ചെറിയ വീക്കിലി ഗ്രോസറി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയത് കാണാം. ഇവിടെ തൈര് വാങ്ങുന്നുണ്ട് ഒരാൾ. ഷർഫ് വാങ്ങാൻ പോവാണ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഷർഫ് നോക്കി നോക്കാം. പിസ്താഷ്യോ കുനാഫ് കംഫർട്ടിൽ വരെ ഉണ്ട് ഗൈസ്. ഷർഫിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര കൺഫ്യൂഷനാണ് ഏതെടുക്കേണ്ടത്. ഷർഫ് അങ്ങനെ മുട്ടൻ്റെ സെക്ഷൻ എത്തിയിട്ടുണ്ട്. ഗൈസ്, നമ്മളങ്ങനെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാൾ ഫ്രൂട്ട്സ് അടിപൊളിയായിട്ട് സെലക്ട് ചെയ്ത് വാങ്ങുന്നുണ്ട്. നമ്മൾ കേക്ക് ചവിട്ടല്ലേ? ഫ്രൂട്ട്സ് അടിപൊളിയായിട്ട് വാങ്ങുന്നുണ്ട്. ഞാൻ എടുക്കുന്നുണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ അന്തം വിടും. ഓക്കെ, ആണെങ്കിൽ ആ തക്കാളിൻ്റെ വില ഒക്കെ ആ വില കാണിച്ചു കൊടുക്കേ. ദറംസിന്റെ 12 ദറംസിന്റെ തക്കാളി, ആഫ്രിക്കത്തെ തക്കാളിയാണ് ഗൈസ്. എന്താ വില? ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രഷ് നോക്കണം. നല്ല ചീര. ചുവന്ന കളറാണ്. ഞാൻ പപ്പായ ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇങ്ങനത്തെ പപ്പായ. ഇത് മറ്റേ പപ്പായ. ഇത് നമ്മളെ ഓർഗാനിക് പപ്പായ അല്ല, ഇതൊക്കെ ഒട്ടു പപ്പായാണ്. ഉണ്ടാവും, മധുരം ഉണ്ടാവുമോ?
ആര് പപ്പായ തിന്നാലോ? ഓ മുഖത്തെ ഓ തൈര് വാങ്ങി. നമ്മളെ നാട്ടിൽ കിട്ടുന്ന ചക്ക ഉണ്ട് ഇവിടെ. ചക്കക്ക് എത്ര? ഈ ഒരു ഇതാണെങ്കിൽ തായ്ലാൻഡത്തെ അടുത്താണ്. തായ്ലാൻഡത്തെ ചക്കയാണ്. 17 ദിർഹംസ്. അപ്പോൾ നാട്ടിലെത്ര ഏകദേശം നാട്ടിലത്തെ രൂപ ആയി എന്ന് വെച്ചിട്ടാ. അപ്പോൾ അവിടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആപ്പിൾ വെച്ച് നല്ല ഫ്രഷ് ചീര, ഫ്രഷ് ചീര. ദിസ് ഈസ് മാങ്ങ ഞങ്ങൾ കൊതി കൊണ്ട് വാങ്ങിയതാണ്. മാങ്ങക്കൊക്കെ നല്ല റേറ്റാണ്. പോവാ ഒരു പപ്പായക്ക് 7 ദിർഹംസാ. മാങ്ങ ഒക്കെ കഴിഞ്ഞിക്കണ് നാട്ടില്. മാങ്ങന്റെ സീസണൊക്കെ നാട്ടില് കഴിഞ്ഞിക്കണ്. ഇല്ല, കഴിഞ്ഞിക്കണ്. എന്നിട്ട് ഇവിടെ ആണെങ്കിൽ മാങ്ങക്കാണെങ്കിൽ ഭയങ്കര റേറ്റും അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ പിന്നെയും ആ തുടക്കത്തിൽ എന്തോ ഒരു റേറ്റ് ആണ്. ഇപ്പൊ പിന്നെയും കുറച്ച് കുറഞ്ഞു. ഇപ്രാവശ്യം തീരെ മാങ്ങ കഴിച്ചിട്ടില്ല. കിട്ടൂല. പക്ഷെ എന്റെ വേണ്ടപ്പെട്ട ചിലർ എനിക്ക് വേണ്ടി കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അതന്നെ അത് എനിക്ക് വേണ്ടിട്ട് ഇനി പോയി നോക്കാം. അല്ല, ആ ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും. ആ ഫ്രീസ് ചെയ്യാൻ വെച്ച ആൾക്കാര്. സ്നേഹമുള്ള എന്റെ സിബ്ലിങ്സ് എല്ലാരും എനിക്ക് വേണ്ടി മാങ്ങ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാട്ടിൽ പോയി നോക്കാം എന്താ ഓരൊക്കെ ഈ വീഡിയോ അതൊക്കെ കാണിച്ചെടുക്കും. അള്ളാഹൊന്നും കാണിച്ചു കൊടുക്കണ്ട. ബാസിത്ത അതൊക്കെ കണ്ടാല് ഇപ്പൊ വേണമെന്നറിയ. നാട്ടിലുള്ളവർക്ക് കമന്റ് ചെയ്യാം ഇത് വേണോ. ഇത് ബാസിത്തൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാം നമ്മള്. ബാസിത്തന്റെ ഫേവറേറ്റ് ആണ്. ബാസിത്തന്റെ ഫേവറേറ്റ് ആണ് കിക്കാറ്റ്, പിസ്താഷ്യോ. നമുനോ ഒന്നും വേണ്ട നമുക്ക്. കിക്കറ്റ് വേണോ? ബൗണ്ടി വേണോ? ബൗണ്ടിയോ? അത് നമുക്ക് അയക്കില്ല. നാട്ടിൽ പോകും കേട്ടോ. ഓക്കെ, വല്ല ഈ സെക്ഷൻ ക്യാഷ് കൗണ്ടറിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഐസ്ക്രീമിന്റെ അപ്പോ സൂപ്പറാണ് ഷോപ്പിംഗ്. കുറച്ച് സാധനമായിട്ടുള്ള ബില്ലടിക്കാൻ കൊടുക്കണേ. അവര് ഇവിടെ സാധനം വെച്ചില്ലേ. കുറച്ച് സാധനമൊക്കെ വാങ്ങി ഇനി തിരിച്ച് ബാക്ക് ടു വീട്ടിലേക്ക് പോവാണ് ഏടാ. അപ്പൊ ഈ എല്ലാരും വിചാരിക്കും ഈ വ്ലോഗ് കാണുന്നവരായിരിക്കും ഒരു അവൽ മിൽക്കന്നെ ഉള്ളൂ എന്നായിരിക്കും. സത്യം. ഷുഗർ കഴിക്കൂല തന്നെ കണ്ട്. എന്താ ഇന്ന് ഷുഗർ കഴിച്ചല്ലോ. എന്തേനു ഷുഗർ പേഷ്യൻ്റ് ഒന്നുമല്ല, എന്നാലും ഷുഗർ ഒഴിവാക്കും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ലഡു അങ്ങനത്തെ സാധനങ്ങളൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിൽ പോവുകയാണ്. അവൽ മിൽക്ക് കുടിക്കുമല്ലോ എനിക്കറിയില്ല. ഈ അവൽ മിൽക്ക് ഇല്ലാത്തത് ഇവിടെ ദിവസമില്ല. എന്നും ഒരു അവൽ മിൽക്ക് നിർബന്ധം. ഓക്കെ, അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ പ്രത്യേകിച്ചൊന്നുമില്ല. സാധനം വാങ്ങി ഇനി തിരിച്ച് വീട്ടിൽ പോവാം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അതൊക്കെ ഞാൻ പറഞ്ഞു, ഗിഫ്റ്റൊക്കെ വാങ്ങി. അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോ കാണാം. ബൈ. സോ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്പർ ബൈ പറയും. അപ്പോൾ എല്ലാവരോടും ബൈ.